ചങ്ങായിസ്, പനീർ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പനീറിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആയിട്ട് ആവശ്യമായിട്ടുള്ള പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ ഓയിൽ, റിഫൈൻഡ് അല്ല ഏതായാലും ഓയിലാണെങ്കിലും അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് ശേഷം നമുക്കിത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ പാനിൽ കുറച്ച് ഓയിൽ ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതേ പാനിൽ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ അധികമാണെങ്കിൽ കുറച്ച് മാറ്റാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് 2 സവോള കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ആക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കം കുറച്ച് വലുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയേ. ഇതൊക്കെ കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്കിത് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും അതുപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഈ ഒരു കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കവും സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ടൊമാറ്റോൻ്റെ സോയാൻ്റെ സോസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പനീർ കൂടി നമുക്ക് ചേർത്തിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചില്ലി പനീർ റെസിപ്പി ഇവിടെ തയ്യാറാണ് കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.